കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ രേവതി സച്ചി മുറിയിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വഴക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതിക്കാണ് വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് സച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം സഹി കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, നീ എന്നോട് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതിരിക്കാതെ ദേ അപ്പുറത്തേക്ക് ചെല്ല്, ദേ അച്ഛൻ എന്ത് ചായ എന്തേലും വല്ല ഇട്ടു കൊടുക്കണം നോക്കാൻ പറയണം. അവസാനം രേവതി എന്ത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കണം. എന്നാൽ ശരി മോളെ ചായ ഇടാൻ പറയണം. അങ്ങനെ ചായ ഇടാൻ രേവതി പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതിനെ വിളിച്ചു. മോൾ അവിടെ നിന്നേന്ന് പറയണേ. എന്താ അച്ഛാ? അല്ല അവനവിടെ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അല്ലേന്ന് ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ അവൻ അവിടെ വന്നിട്ട് കുടിക്കുവോ ബഹളം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമെന്ന്. അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ പറ്റുമോ? ഞാൻ നിർബന്ധിച്ച് വിടുകയും ചെയ്താ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുവോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. ഞാൻ പിന്നെ ഇപ്പൊ അമ്മേനെ വിളിച്ചായിരുന്നു. അപ്പൊ അമ്മയെ പറഞ്ഞ് അവൻ മീനൊക്കെ മേടിച്ചോണ്ട് വന്ന് കറിയൊക്കെ വെച്ച് കൊടുത്തെന്ന്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് പറയാം. അതെ അച്ഛാ, മീനൊക്കെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നൊക്കെ പറയുന്നുണ്ട്. രവീന്ദ്രൻ അതൊക്കെ കേട്ട വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. സച്ചിയിൽ ഒത്തിരി മാറ്റം വന്നെന്ന് രവീന്ദ്രന് മനസ്സിലായി. സച്ചിനെ കുറിച്ച് രവീന്ദ്രൻ പറഞ്ഞു, ഇനി മോള് വേണം അവനെ മാറ്റിയെടുക്കാനായിട്ട്. അവനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും അവന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പൊ അവൻ നല്ല സ്വഭാവമായിരിക്കും, പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല. അതിനൊക്കെ എല്ലാം അതിന് നന്ദി പറയേണ്ട മോളോടാണ്. മോള് കാരണം ഇങ്ങനെയൊക്കെ അവൻ ഇത്രയും മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ്. രേവതി പിന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് പറയാൻ പറ്റില്ലോ. എന്ന് വെച്ചാൽ ഞാൻ പോയി ചായ എടുക്കട്ടെ എന്ന് വേണം. അപ്പൊ ചായ എടുക്കുമ്പം രേവതി വിളിച്ചു ചോദിച്ചു, അച്ഛാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ? അമ്മ വരുമ്പോഴത്തേനും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കണ്ടെന്ന് ചോദിക്കുകയാണ്. ഇനി ഉണ്ടാക്കി വെക്കുന്ന ഫുഡ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? രവീന്ദ്രൻ പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ള മോൾ ഉണ്ടാക്കിയോ, മോളതൊന്നും നോക്കണ്ട കേട്ടോ, എന്താണെന്ന് വെച്ചാൽ മോൾ എടുത്ത് ഉണ്ടാക്കിക്കോളാൻ പറയണം. പിന്നീട് രേവതി ചായ വെക്കാൻ തുടങ്ങിക്കുമ്പോഴാണ് ഭാമയുടെ കാര്യം ഓർത്തെ. അമ്മയാണ് ബാമാൻ്റെ അടുത്തേക്ക് പോയേക്കുക. ബാമാൻ്റിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. 2-3 ദിവസമായി തുടങ്ങിയിട്ട് അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒന്ന് വിളിച്ചു നോക്കിയാലോ. ഇവിടെ വന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചല്ലേ, തനിക്ക് നമ്പരും തന്നിട്ട് പോയതാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. പക്ഷെ ഇതുവരെയായിട്ടും വിളിച്ചില്ല. ഒന്ന് വിളിച്ചു നോക്കാം എന്നോർത്തുകൊണ്ട് ചായയൊക്കെ വെച്ചതിന് ശേഷം രേവതി ഫോൺ ചെയ്യുവാണ് ബാമനെ. അങ്ങനെ ബാമനെ ഫോൺ ചെയ്തിട്ട് ബാമ കോൾ എടുത്തു. അപ്പം ഞാൻ രേവതിയാന്ന് പറഞ്ഞു. ആദ്യം രേവതി എന്ന് പറഞ്ഞപ്പം മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ ചന്ദ്രഭദ്രൻ മരുമോളാന്നൊക്കെ പറഞ്ഞ, ഓ മനസ്സിലായെന്ന് പറയണം. എന്താ മോളെ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അത് മോളെ സുഖമാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചുമ വരുന്നുണ്ട് ബാമയ്ക്ക്. ബാമ പെട്ടെന്ന് ചുമച്ചു. അപ്പൊ രേവതി ഓർത്ത എന്താ അസുഖമൊന്നും കുറഞ്ഞില്ല എന്ന്. പെട്ടെന്ന് ചോദിച്ചു, ആന്റിയുടെ അസുഖങ്ങൾ ഇതുവരെയായിട്ടും കുറഞ്ഞില്ലെന്ന് ചോദിക്കണം. അസുഖം എന്താ അസുഖം? അല്ല ആന്റിക്ക് ദേഹത്തിന് വേദനയോ പനിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. പനിയോ? എനിക്കോ? അതാരാ പറഞ്ഞേ? അല്ല അമ്മ ഇവിടെ പറഞ്ഞു എന്ന് പറയാം. ഓ അങ്ങനെ. പെട്ടെന്ന് മനസ്സിലായി. അവൾ എന്തൊക്കെയോ ചന്ദ്രമതി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ. അത് ഒരസുഖമല്ലേ മോളെ, അറിയാലോ വയസ്സും പ്രായമൊക്കെ ആയില്ലേ. എല്ലാം ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം ഓരോ അസുഖങ്ങളായിരിക്കും. അതിൻ്റെതായ വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഓ അപ്പൊ ആന്റിക്ക് വല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എല്ലാ ജോലികളും ആന്റി തന്നെ ചെയ്യണമല്ലേ, ചെയ്തു തരാനൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറയാം. അത് മോൾ എന്ത് ചെയ്യാനാ, ഇപ്പൊ തന്നെയാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് വരുത്തിയാ കഴിക്കണേന്ന് പറയാം. ഹോട്ടലിൽ നിന്ന് വരുത്തിയോ? അതെന്താ അമ്മ ഫുഡ് ഉണ്ടാക്കിയോണ്ട് വന്നില്ലെന്ന് ചോദിക്കുകയാണ്. ചോറും കറിയും വെച്ചോണ്ട് വന്നായിരുന്നല്ലോ. എപ്പം? പെട്ടെന്നാണ് ബാമയ്ക്ക് ബോധോദയം ഉണ്ടായി. ചിലപ്പം ചന്ദ്രമതി ചോറും കറിയൊക്കെ വെച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോയി കാണുമായിരിക്കും. ഇവരോട് പറഞ്ഞു കാണുമായിരിക്കും എൻ്റെ അടുത്തേക്കാ വരുന്നതെന്ന്. ഓ അതോ, ആ കാര്യം ഞാനും കൂടെ മറന്നുപോയിരുന്നു. അവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചേ. പറഞ്ഞു വന്നപ്പോൾ മാറിപ്പോയത് നമ്മളെ. ശരി, അത് നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ആന്റി. ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളാ, നമുക്ക് പറയാൻ പറ്റില്ല. ആന്റി നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറയണം. ഇനിയിപ്പോൾ ആന്റിക്ക് ഞാൻ എന്തെങ്കിലും വെച്ച് ഉണ്ടായിക്കൊണ്ട് തരണോ? എന്താ പറഞ്ഞാൽ മതി, ഞാൻ അമ്മയുടെ ഉണ്ടാക്കി കൊടുത്തു വിടാന്ന് പറയണേ. വേണ്ട മോളെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയണേ. അല്ല അമ്മ എപ്പോഴാണ് വരുന്നത്, അമ്മയോടൊന്ന് ചോദിക്കാമെന്ന് ചോദിക്കുകയാണ്. അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ലേ? അപ്പൊ ആന്റി അല്ലേ പറഞ്ഞ അവിടെ ഉണ്ട്. ഓ അവളോ? അതെ, അവളെ പുറത്ത് കടയിൽ വരെ പോയതാ, ഇപ്പൊ വരൂന്ന് പറയണേ. ശരി. രേവതിക്കൊരു സംശയമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഫോൺ വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന സുധിയുടെ അടുത്ത് ചന്ദ്രമതി ഇരിക്കുകയാണ്. അപ്പൊ സുധിയോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഒരു ജോലി വാങ്ങിക്കാൻ നോക്കൂ കേട്ടോ. പറഞ്ഞു, അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ വരണ്ടമ്മേ, എന്നും ഇങ്ങനെ എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിരുന്ന റിസ്ക് അല്ലേ. അവർക്ക് സംശയങ്ങളൊക്കെ തോന്നിയല്ലേ, അതൊന്നും ഒരു കുഴപ്പമില്ല. നീ ആദ്യം ഒരു ജോലി മേടിക്കുക, എന്നാൽ പിന്നെ കുഴപ്പമില്ല. ജോലി മേടിച്ച് കുറേശ്ശെ പൈസ തന്നു തീർക്കണം കേട്ടോ. ഇപ്പൊ തന്നെ
ആ വാടകക്കാരനോട് അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചാൽ ഞാൻ നിനക്ക് തന്നേക്കുന്നത്. അതൊക്കെ വീട്ടുണ്ടേ, അതൊക്കെ അച്ഛൻ ചോദിച്ചുമ്പോൾ ഞാൻ എന്താ മറുപടി പറയണേ? അതുകൊണ്ട് അതൊക്കെ തന്നു തീർക്കണം എന്ന് പറയാം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ടെന്ന് പറയാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാമ കോള് വിളിക്കുകയാണ് ചന്ദ്രമതിയെ. ബാമയാണല്ലോ, മിണ്ടിരുന്ന് സുധിയുടെ ആംഗ്യം കാണിക്കുക. സുധി മിണ്ടിയില്ല. അല്ല, ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു എന്താ ബാമയെന്ന് ചോദിക്കുകയാണ്. ബാമ ചോദിച്ചു നീ എവിടെയാ? ഞാനെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ചന്ദ്രമതി. നീ കൂടുതൽ നീ പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ, എനിക്കറിയാം നീ വീട്ടിലില്ല എന്ന് പറയണം. നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു പറയാണ്. നിന്റെ മരുമോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ രേവതിയോ? അവളെന്തിനാ വിളിച്ചേ? അവളെ വിളിച്ചു. അവള് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഓഹോ, അതിനിടയ്ക്ക് അത് സംഭവിച്ചോ? അല്ല, നീ 2 ദിവസമായിട്ട് നീ എങ്ങോട്ടാ പോണേ? എൻ്റെ അടുത്തേക്ക് വരുവാന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അതെങ്ങോട്ടാന്ന് ചോദിക്കണം. പെട്ടെന്ന് ചന്ദ്രമതി കുടുങ്ങി. എന്താ പറയണേ? സുധീരുടെ അടുത്തേക്കൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും പറയണ്ട. ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന. ക്ഷേത്രത്തിലേക്ക് പോവാണെങ്കിൽ നിനക്ക് പറഞ്ഞിട്ട് പോയാൽ കൂടെ? അത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് അവർ തടസ്സങ്ങളൊന്നും പറയില്ല. പിന്നെന്താ കുഴപ്പമിരിക്കുന്നത്? അതല്ല, എപ്പോഴും ക്ഷേത്രത്തിലേക്ക് പോകുന്ന പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പോന്നേന്ന് പറയണേ. ഓ, ബാമയ്ക്ക് മനസ്സിലായി. വീണ്ടും കള്ളം പറയുന്നത്. അല്ല, ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോണേന്ന് ചോദിച്ചു. പെട്ടു. ഈ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്ന ആരാ പറഞ്ഞേ? അതും നിന്റെ മരുമോള് തന്നെയാ. അവൾക്കിട്ട് വെച്ചിട്ടുണ്ട്. അവള് നട്ടതും മുളച്ചതും മൊത്തം വിളമ്പേക്കും അങ്ങോട്ട്. അവൾക്ക് എന്തിന്റെ സൂക്കേടായിരുന്നത്? ചെല്ലട്ടെ എന്തൊക്കെ ചന്ദ്രമതി മനസ്സിൽ പറയണം. ഇവിടെ അന്നദാനം കൊടുക്കാനായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഓ, അന്നദാനത്തിന് വേണ്ടി അങ്ങനെ കറികളും ചിക്കനും അതെല്ലാം ഉണ്ടായിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കണം. പെട്ടെന്ന് മനസ്സിലായി. നിനക്കിപ്പോ എന്താ ബാമ വേണ്ടേ? നീ എന്നോട് എന്തിനാ ചന്ദ്രമതി കള്ളം പറയണേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാക്കിയാന്നല്ലേ പറയണേ നിന്റെ ഞാൻ. അത് നീ എന്തിനാടാ കള്ളം പറയണേ? നിന്റെ എല്ലാത്തരത്തിലും ഞാൻ കൂട്ടു നിൽക്കുന്നതല്ലേ. എന്നിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. നീ എവിടെയാ പോയത്? സത്യം പറയണം. എന്റെ പൊന്നു ബാമേ, ഞാൻ പറയാം. എനിക്ക് ആകെപ്പാടെ തലയ്ക്ക് ടെൻഷൻ ആയിട്ടിരിക്കുക. ഞാൻ നിന്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുവെന്ന് പറയാം. പെട്ടെന്ന് ബാമ വിളിച്ച് കാര്യം ചെയ്യുക. നിനക്ക് ടെൻഷനാണ്, നീ എൻ്റെ അടുത്തേക്ക് വാ. എൻ്റെ ടെൻഷൻ മാറ്റാണ്ട് എനിക്കാണെങ്കിൽ തെറാപ്പി ചെയ്യാനായിട്ട് ഒരു പെങ്കുച്ച് വരുന്നുണ്ട്. അപ്പൊ അവളെ കൊണ്ട് നിനക്കും തെറാപ്പി വയ്ക്കാം. ടെൻഷനൊക്കെ പമ്പ കിടക്കും, മൈൻഡൊക്കെ നല്ല ഫ്രീ ആവുന്ന പറയാം. ശരി, നീ ഫോൺ വെച്ച് ഞാൻ വന്നേക്കാന്ന് പറയണം. ഫോൺ വെച്ചതിന് ശേഷം ചന്ദ്രമതി സുധീര അവൾ വന്നതിന് ശേഷം കഷ്ടകാലം ആണ്ടേ. ഇപ്പൊ അവളാണ്ടേ ന്യൂസ് പിടിച്ചിറങ്ങിയേക്കുക. ബാമയോട് പോയി വിളിച്ചു ചോദിച്ചേക്കുന്നു, ഞാൻ എങ്ങോട്ട് പോയി, എന്താണ്, ഒന്നും പറയണ്ട, അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറയണം. അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട, അമ്മ എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറഞ്ഞേ. ശരി മോനെ, ഞാൻ ചെന്നിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതിനെ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രുതി ഒരു വീട്ടില് ഇപ്പൊ തെറാപ്പി ചെയ്യാൻ പോകുന്നതിൻ്റെയൊക്കെ. അപ്പൊ ഇന്ന് വീണ്ടും കാണിച്ചിരിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ സ്കൂട്ടിയിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ വരുന്നേ. ആ സമയത്താണ് വഴിക്ക് വെച്ച് പോലീസുകാരൻ പിടിക്കുന്നത്. അല്ല, വണ്ടി ഒന്ന് നിർത്തിക്കേ, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ എങ്ങോട്ടായി പോകുന്നേ? അയ്യോ സാറേ, ഹെൽമെറ്റ് എടുത്തില്ല. അതെന്താ ഹെൽമെറ്റ് ഇല്ലാത്തതെന്നാ ചോദിച്ചേ? എന്നാ ഒരു കാര്യം ചെയ്യാം, പെറ്റി അങ്ങ് എഴുതി തന്നേക്കോട്ടെ. എന്റെ പൊന്ന് സാറേ, പെറ്റി എഴുതി തരില്ലെന്ന് പറയണം. അല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടോ? ഉണ്ട് സാറേ. ഇൻഷുറൻസ് ഉണ്ടോ? അതും ഉണ്ട്. എന്നിട്ട് എന്തിയേ? അതെല്ലാം പേഴ്സിലാ, അന്നെങ്ങ് എടുക്ക്. അല്ല, പേഴ്സ് ഇവിടെ ഇല്ല സാറേ, വീട്ടിലാ. ഓഹോ, അപ്പൊ എന്നെ പറ്റിക്കുവാ? കൊള്ളാലോ ആളങ്ങോട്ടെന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യ്, സ്കൂട്ടിയൊക്കെ മാറ്റിയിട്ട് കൂടെ നീങ്ങി നിൽക്കാൻ പറയണം. അല്ല, ഹെൽമെറ്റ് ഇല്ലാത്തന്നെ, അതൊക്കെ ഇല്ലാതെ പെട്ടെ ഈ ഹെൽമെറ്റ് എങ്കിലും ഒന്ന് വെച്ചോണ്ട് വരണ്ടേന്ന് ചോദിക്കണം. സാറേ, ഹെൽമെറ്റ് വെക്കുന്നത് എങ്ങനെയാ? രൂപ 5000 വേണമെന്ന് പറയാം. 5000 രൂപയോ? ഒരു ഹെൽമെറ്റിന് 5000 രൂപയോ? അതല്ല സാറേ, എല്ലാ മാസം ഈ മുടിയുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കൊണ്ടു നടക്കണം. എന്നാ ബുദ്ധിമുട്ടെന്നറിയോ? സ്പാ ചെയ്യണം, കെരാറ്റിൻ ചെയ്യണം, എന്ന് വേണ്ട എല്ലാം ചെയ്ത് ഇത്ര വൃത്തിക്ക് കൊണ്ടു നടക്കണമെങ്കിൽ അതിനിടയ്ക്ക് ആ ഹെൽമെറ്റും കൂടെ വെച്ചിട്ടുണ്ടെങ്കിലോ ആകെപ്പാടെ കുഴഞ്ഞു മറിയും. ആകെപ്പാടെ പൊടിയായി മുടി മൊത്തം പോയി. ഇത്രമാത്രം ഞാൻ ഹെയർ നോക്കുന്ന ആളാ, അറിയാവോ? പെട്ടെന്ന് പോലീസാമൻ പറഞ്ഞു, അപ്പം മുടി മതിയില്ലേ, തലയില്ലേലും കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കണം. സാർ എന്നാ സാറേ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കണേ. പിന്നെ ഞാൻ എങ്ങനെ പറയണേ എൻ്റെ പൊന്നു കൊച്ചേ? കൊച്ചിന് മുടിയാണോ പ്രധാനം, കൊച്ചിന്റെ തലയാണോ പ്രധാനം? ഇപ്പൊ കൊച്ചിന്റെ മട്ടും പാവ കൊണ്ടിട്ട് കൊച്ചിന് മുടി മതി എന്നാ തോന്നേ. അങ്ങനെയല്ല സാറേ, ഞാൻ ഇത്രമാത്രം കെയർ ചെയ്യുന്ന മുടിയൊക്കെ അല്ലേ. അപ്പൊ അതെനിക്ക് നീ ഹെൽമെറ്റൊക്കെ വെച്ചോണ്ടല്ലോ നമ്മുടെ മുടി മൊത്തം പൊഴിഞ്ഞു പോകുന്നേ. സാറിന് അറിയത്തില്ലാന്നോണ്ടാ ഞാൻ ഒരിടയ്ക്ക് ഹെൽമെറ്റ് വെക്കാതെ പുറത്തിറങ്ങില്ലായിരുന്നു. പിന്നെയോ ആ മുടി മൊത്തം പൊഴിഞ്ഞു പോകാൻ തുടങ്ങിയ പിന്നെ ഹെൽമെറ്റ് അങ്ങ് മാറ്റാൻ തുടങ്ങിയത്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സാറിന് മനസ്സിലാവില്ല ഈ മുടി പൊഴിഞ്ഞു പോകുന്നവരുടെ അവസ്ഥ എന്താന്ന്. അത് ശരിക്കും അറിഞ്ഞവളാ ഞാനെന്ന് പറയണം. പെട്ടെന്ന് പോലീസുകാരൻ നീ തലയിരിക്കുന്ന ആ തൊപ്പി അങ്ങോട്ട് മാറ്റുക, നോക്കാൻ പറയണം. പുള്ളിക്കാരൻ്റെ തല ആകപ്പാടം മുട്ടയായിരുന്നു. ഇത്ര ഉണ്ടോ എന്ന് ചോദിക്കണം. ആകപ്പാട് ചമ്മിപ്പോയി ശ്രുതി. ഓഹ് എൻ്റെ പൊന്നു സാറേ, ഇത്രയൊന്നും ഇല്ല കേട്ടോ, സോറി കേട്ടോ, ഞാൻ സാറിന് ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. സാറേ, ഇത്രയും മുടി പോകുന്നത് എന്തുകൊണ്ടെന്നറിയാവോ? ഇതുപോലെ ഈ തൊപ്പിയൊക്കെ വെച്ച് എപ്പോഴും നടക്കുന്നുണ്ടാ. അതിന് ബെസ്റ്റ് ഒരു ഓയിൽമെന്റ് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. ഓയിൽമെന്റ് ഇല്ല, ഒരു ഓയില് അത് തേച്ചാൽ മതി, നന്നായിട്ട് ഹെയർ വളരുമെന്ന് പറയണം.
10,000-1500 രൂപയാവും എൻ്റെ വില. പിന്നെ സാറിനായതുകൊണ്ട് വേണം ഞാൻ ഒരു 1,500 രൂപയ്ക്ക് തരാമെന്ന് പറയാം. എൻ്റെ പൊന്നു കൊച്ചേ, ഞാൻ റിട്ടയർ ആവാറായി. ഞാൻ ഈ കണ്ട വർഷത്തിനിടയ്ക്ക് തേക്കാത്തൊന്നുമില്ല. ഇനി തേച്ചേച്ച് മടുത്തു. ഇനിയിപ്പോൾ റിട്ടയർ ആയി കഴിയുമ്പോഴത്തേനും അവിടെ ഇവിടെ 3-4 മുടി മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയാം. സാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. നല്ല ഓയിൽമെൻ്റ് ആന്നേ. ഇത് തേച്ചിട്ട് ഉറപ്പായിട്ട് സാറിന് മുടി ഉണ്ടാവെന്ന് പറയാം. ശരി ശരി, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെന്ന് ചോദിക്കണം. അഡ്വാൻസ് വല്ലതും വേണം? വേണ്ട വേണ്ട, അഡ്വാൻസ് ഒന്നും വേണ്ട, എനിക്ക് സാറിനെ വിശ്വാസമാണ്, ഞാൻ പോയി കൊണ്ടുവരാന്ന് പറയണം. അല്ല ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കണം. പൊക്കോ പൊക്കോ എന്ന് പറയണം. ശ്രുതി ഓർത്ത് രക്ഷപ്പെട്ടു. അങ്ങനെ അയാളെ പറ്റിച്ചിട്ട് പോന്നു. അങ്ങനെ ഇങ്ങോട്ട് വരുവാണ്. അങ്ങനെ നടന്നിങ്ങ് വരുമ്പോഴത്തേനുമാണ് ശ്രുതിക്ക് കോള് വരുന്നത്. അല്ല നീ എവിടെ എത്തി? കൂട്ടുകാർ വിളിക്കുന്ന. അത് ഞാൻ ഇച്ചിരി ലേറ്റ് ആവും, എനിക്കൊരു ഒരിടത്തും കൂടെ കയറാനുണ്ട്, അവിടെയും കൂടെ ഒന്ന് കയറി തെറാപ്പി ചെയ്തിട്ട് വേണം വരാൻ. ശരി ശരി എന്ന് പറയണം. അങ്ങനെ നോക്കുമ്പോഴാണ് ചന്ദ്രമതി ഒരു ഓട്ടോയ്ക്ക് വില വെച്ചുന്നുണ്ട്. 500 രൂപയോ? കൃഷ്ണനാഥ് വരെ പോകാൻ 500 രൂപയോ? അത്രയും തുകയൊന്നും ആവൂല, കൂടിപ്പോയാൽ 10-300 അതിൽ കൂടുതലൊന്നും പറ്റില്ല എന്ന് വേണം. അന്നൊരു കാര്യം ചെയ്യുക, ചേച്ചി നടന്നും കൂടെ പൊക്കോ, അല്ല ചേച്ചിക്ക് ഇഷ്ടമുള്ളവരുടെ ഓട്ടോ വിളിച്ചോളാൻ പറയണം. പെട്ടു ചന്ദ്രമതി. നിനക്ക് ഇതിനേക്കാളും പേര് ഞാൻ വേറെ ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ പോകുന്ന നടന്നു ചന്ദ്രമതി ഇങ്ങോട്ട് നടന്നു വരുവാണ്. ശ്രുതി ഈ സംസാരിക്കുന്ന എല്ലാം കേട്ടു. ശ്രുതി മനസ്സിൽ പറഞ്ഞു, കൊള്ളാലോ ഇവള്, ഇവര് കണ്ടിട്ട് ഇച്ചിരി പണക്കാരി വീട്ടിലാന്ന് തോന്നുന്നേ. ഇവരൊന്ന് മണിയടിച്ചാൽ ചിലപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും. ശ്രുതി അങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. ചന്ദ്രമതി അയാളോട് പാസ് ചെയ്ത് പോയപ്പോഴത്തേന് ശ്രുതി പെട്ടെന്ന് മാഡം എന്ന് വിളിക്കണം. ചന്ദ്രമതി തിരിഞ്ഞു. എന്താ? അല്ല മാഡം, ഞാനൊരു കാര്യം, കൂടുതലൊന്നും പറയണ്ട, എനിക്കൊന്നും വേണ്ടാന്ന് പറയണ. ചന്ദ്രമതി ഓർത്ത് എന്തോ സാധനം മേടിക്കാനായിട്ട് വിളിക്കുന്നതായിരിക്കുമെന്ന്. അല്ല എൻ്റെ മാഡം, ഞാൻ മാഡത്തിനോട് സാധനങ്ങളൊന്നും മേടിക്കാൻ പറയാൻ വേണ്ടി വിളിച്ചല്ല. അതെ, മാഡം ഇപ്പൊ സംസാരിക്കുന്ന കേട്ടു. മാഡത്തിന് എങ്ങോട്ടാ പോണ്ടേ? കൃഷ്ണനാറിലേക്കല്ലേ? അങ്ങോട്ട് തന്നെ എനിക്കും പോകേണ്ടത്. ഒരു കാര്യം ചെയ്യാം, മാഡം കയറിക്കോ, ഞാൻ അവിടെ കൊണ്ടേ ഇറക്കാന്ന് പറയണേ. വേണ്ട വേണ്ടാന്ന് പറയണേ. മാഡം പേടിക്കണ്ട, ഞാനിങ്ങനെ തട്ടിക്കൊണ്ട് വന്ന ആളൊന്നും അല്ല. ഇപ്പൊ മാഡം 1,500 രൂപ അടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോകണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേണ്ട, ഇപ്പൊ ഞാൻ ആ വഴിക്കല്ലേ, അപ്പോൾ ഒരു ഉപകാരം ചെയ്തേക്കാന്ന് ഓർത്താ. കൊള്ളാൽ, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലേ, എനിക്ക് മോളെ എന്താണല്ലോ ഇഷ്ടമായി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സ്കൂട്ടിയുടെ പുറയിൽ അങ്ങോട്ട് കയറുവാണ്. സ്കൂട്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തങ്ങ് പോവാണ്. അപ്പം ചോദിച്ചു, എന്താ മോളെ എങ്ങോട്ട് പോകാന്ന് വെച്ചു. എനിക്ക് അവിടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞാൻ അവിടം വരെ പോവാന്ന് പറയണേ. അല്ല ആൻറ്റി എവിടെ പോയതാ? ഞാൻ ഇവിടം വരെ അത്യാവശ്യ കാര്യത്തിന് വന്നാ, വീട്ടിലേക്ക് പോകാന്ന് പറയും. പിന്നീട് അവർ പരിചയപ്പെട്ട് അങ്ങോട്ട് അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോവാണ്. കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ സ്കൂട്ടി അങ്ങോട്ട് ഓഫ് ചെയ്തു ശ്രുതി. എന്നിട്ട് പതുക്കെ സ്കൂട്ടി വലിക്കുന്നില്ല എന്ന് നിർത്തി. അല്ല എന്ത് പറ്റും മോളെ, എന്താ വണ്ടി ഓഫായി നിന്ന് പോയെന്ന് നിൽക്കണം. പെട്ടെന്ന് നോക്കിട്ടോ, അയ്യോ ആൻറ്റി പെട്രോൾ തീർന്നു തോന്നേ. കറക്റ്റ് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ നിർത്തിയത്. പെട്രോൾ തീർന്നാന്ന് തോന്നിയെന്ന് പറയണേ. അയ്യോ അപ്പം ഇനി അതെ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, മോള് പോയി അടിക്കാൻ പറയണേ. പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ പേഴ്സ് എടുത്തില്ല ആൻറ്റി എന്ന് പറയണേ. പിന്നെ ഫോൺ എടുത്തിട്ട്, അയ്യോ നെറ്റും ഇല്ല, ഇനി ഇപ്പം എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ആൻറ്റി അങ്ങ് നടന്നു പൊക്കോട്ടോ, ഞാനേ തള്ളിക്കൊണ്ട് അപ്പുറത്തേക്ക് കൊണ്ട് വെച്ചിട്ട് ഞാൻ എവിടെന്നെങ്കിലും ചാർജ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ചെയ്തോളാം തുടങ്ങി. പെട്ടെന്ന് ചന്ദ്രമതിക്ക് അങ്ങോട്ട് സങ്കടം വന്നു. വേണ്ട വേണ്ട, മോളെന്നെ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നല്ലേ, അതൊന്നും കുഴപ്പമില്ല, എനിക്കിവിടെ നിന്ന് നടന്നു പോകാൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, മോള് ധൈര്യമായിട്ട് പൊക്കോ. മോളുടെ കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ വേറൊരിടത്തും പോയി ഇനി നെറ്റ് ഒന്നും നോക്കണ്ട, അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല. എത്ര രൂപ വേണം മോൾക്ക് പെട്രോൾ അടിക്കാനെന്ന് ചോദിക്കണം. ഒരു 200 രൂപ മതി മേഡം. 200 രൂപ എടുത്ത് കൊടുക്കുവാണ്. ഇത് വെച്ചോ, മോള് പോയി പെട്രോൾ അടിക്കാൻ പറയണം. ആൻറ്റി ഞാനേ ഫോണ് ഓണാക്കമ്മേ നെറ്റ് വന്നു കഴിയുമ്പോഴത്തേ അപ്പം തന്നെ ഞാൻ ആൻറ്റിക്ക് പൈസ കിട്ടുന്നേക്കാം, ആൻറ്റിയുടെ മൊബൈൽ നമ്പർ എനിക്ക് തരാൻ പറയണേ. വേണ്ട വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര ഇടം വരെ എന്നെ കൊണ്ടേ വിട്ടതല്ലേ, ഇവിടം വരെ എത്തണമെങ്കിൽ ഓട്ടോക്കൂലി ഒരു 100-300 രൂപ മിച്ചമാവും, 200 രൂപയ്ക്ക് കാര്യം തീർന്നില്ലേന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതിക്ക് സമാധാനമായി. ഇത്ര മണി ചന്ദ്രമതി മോള് പൊക്കോന്നല്ല, എനിക്ക് കുറച്ച് പഴമൊക്കെ മേടിക്കാം, അത് മേടിച്ചിട്ട് ഞാൻ പൊക്കോളാന്ന് പറയണേ. ശരിയെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് വണ്ടി എടുക്കുകയാണ്. ശ്രുതി മനസ്സിൽ പറഞ്ഞു, കൊള്ളാം. അങ്ങനെ അവരെ പറ്റിച്ചു, പെട്രോൾ ഒഴിച്ചു. അപ്പം അതൊക്കെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ശ്രുതി ആള് തരികിടയാന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ശ്രുതി ഇതിനു മുമ്പും തരികിട പരിപാടി കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.